ലോക ഫുട്ബോളിലെ മികച്ച പരിശീലകരെ എടുത്താൽ അതിൽ നിരവധി അർജന്റീൻ പരിശീലകരുണ്ടാകും. അർജന്റീന പരിശീലകനായ ലയണൽ സ്കലോണി, അത്ലറ്റിക്കോ മാഡ്രിഡ് പരിശീലകനായ ഡീഗോ സിമിയോണി, ചെൽസി പരിശീലകനായിരുന്ന മൗറിസിയോ പൊച്ചറ്റിനോ, ഉറുഗ്വേ പരിശീലകനായ മാർസലോ ബിയൽസ എന്നിവരെല്ലാം ഇതിൽ പ്രമുഖരാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച പരിശീലകർ വരുന്നത് അർജന്റീനയിൽ നിന്നാണ്. കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പരിശീലകരുടെ കണക്കെടുത്താലും ഇത് വ്യക്തമാണ്. ആകെ ടൂർണമെന്റിൽ മത്സരിക്കുന്ന 16 ടീമുകളിൽ 7 എണ്ണത്തിലും അർജന്റീനയിൽ നിന്നുള്ള പരിശീലകരാണുള്ളത്. അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോണി, ഉറുഗ്വേ പരിശീലകനായ മാർസലോ ബിയൽസ എന്നിവർക്ക് പുറമെ ചിലിയുടെ മാനേജർ റിക്കോർഡോ ഗരക്കെ, വെനസ്വലയുടെ പരിശീലകൻ ഫെർണാണ്ടോ ബാറ്റിസ്റ്റ, കൊളംബിയയുടെ മാനേജർ നെസ്റ്റർ ലോറൻസോ, കോസ്റ്റാറിക്കയുടെ പരിശീലകൻ ഗുസ്താവോ ആഫ്രെഡോ, പരഗെ കോച്ച് ഓസ്കാർ ഗാർണേറോ എന്നിവരെല്ലാം അർജന്റീനയിൽ നിന്നുള്ളവരാണ്. ഇതിൽ സ്കലോണിയുടെ അർജന്റീനയ്ക്ക് പുറമെ മാർസലോ ബിയൽസയുടെ ഉറുഗ്വേ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയെയും ബ്രസീലിനെയും തോൽപ്പിച്ച് കരുത്ത് കാട്ടിയവരാണവർ. സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇതുവരെ തോൽവി അറിയാത്ത നെസ്റ്റർ ലോറൻസോയുടെ കൊളംബിയയെയും കോപ്പ അമേരിക്കയിൽ അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. ബ്രസീലിൽ നിന്നുള്ള 2 പരിശീലകനാണ് കോപ്പ അമേരിക്കയിലുള്ളത്. ബ്രസീൽ പരിശീലകൻ ഡൊറിവൽ ജൂനിയറിന് പുറമെ ബൊളീവിയ പരിശീലകൻ അന്റോണിയോ കാർലോസ് ആഗയും ഇതിനു പുറമെ 2 സ്പാനിഷ് പരിശീലകരും അമേരിക്ക, കാനഡ, ഉറുഗ്വേ, ഐസ്ലാൻഡ്, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ പരിശീലകരും കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.